ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പുകിലുകളൊക്കെ അറിഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി സാനിറ്ററി പാഡിൽ കയറി ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. അവിടെ ഏതോ ഒരു ബീഹാർ ഇലക്ഷനില് ഏതോ ഒരു പ്രാദേശിക കോൺഗ്രസ് ടീം ഒപ്പിച്ച പണിയാണ്. രാഹുൽ ഗാന്ധിയുടെ പടം സാനിറ്ററി പാഡിൽ കൊടുത്തു. സാനിറ്ററി പാഡിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ സാനിറ്ററി പാഡിന്റെ പുറത്ത് കൊടുത്തു. പല പല ട്രോളുകൾ വരുന്നുണ്ട്. ഇനി അടുത്തത് കക്കൂസ് കഴുകുന്ന ബ്രഷാണ്. ഇനി അടുത്ത കോൺഗ്രസ് അവർക്ക് ശൗചാലയം കൊടുത്തു കഴിഞ്ഞാൽ കക്കൂസിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെക്കുമോ എന്നുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ല, സീരിയസ്ലി ഒരു ഉളുപ്പുമില്ല. പാഡിനകത്താണ്. എന്നിട്ട് അവരുടെ ആപ്തവാക്യമാണ് ജനഹൃദയങ്ങളിലാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആപ്തവാക്യം എന്ന് പറയുന്നത്. എന്തായാലും നാണം കെട്ടു. ഇനിയിപ്പോ ഇവിടെയുള്ള ആൾക്കാരുണ്ട്, ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ ചോദിക്കും, കണ്ടോ അതാണ് രാഹുൽ ഗാന്ധി, ആർത്തവം അശുദ്ധിയല്ല എന്നൊക്കെ പറഞ്ഞു വരും. ഇതേ സ്ഥാനത്ത് നരേന്ദ്രമോദി ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരന്മാർ എന്തൊക്കെ പുകില് കാട്ടിക്കൂട്ടും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങേയറ്റം അശ്ലീലമായിട്ട് ഇവന്മാർ ഇവിടെ നരേന്ദ്രമോദിയെ പറയും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ബീഹാർ ഇലക്ഷൻ വരുന്നു. പല പാർട്ടികളും അരയും തലയും മുറുക്കി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ഇലക്ഷൻ ക്രൂഷ്യൽ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് അത് ചോദിക്കാനുള്ള കാരണം, വഖഫ് ആക്ട് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത്. വഖഫ് ആക്ട് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അവിടെ BJPക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പിന്നെ നരേന്ദ്രമോദി 3.0 എന്ന് പറയുന്ന ഇപ്പോൾ നടക്കുന്ന മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടെയാകും ബീഹാർ എന്ന് പറയുന്നത്. കാരണം ബീഹാറിലുള്ള പാർട്ടികൾ മോദിയെ സെൻട്രലിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോ ആ ഒരു പിന്തുണയ്ക്ക് കൂടെയുള്ള ഒരു തിരിച്ചടിയായിട്ട് ഇത് വിലയിരുത്തപ്പെടും എന്നും പറയുന്നുണ്ട്. BJPയുടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഒരു കടിഞ്ഞാണിടാൻ ബീഹാർ ഇലക്ഷന് സാധിക്കും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. എന്ത് തോന്നുന്നു? ഇവിടെ കേരളത്തിലെ ഈ മാധ്യമപ്രവർത്തകരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവാണ് ബീഹാർ BJPക്ക് എന്തോ വലിയ സംഭവമാണെന്ന്. അത് ആദ്യം മനസ്സിലാക്കുന്നത് ബീഹാറിന്റെ പൊളിറ്റിക്സാണ്. അവിടെ ബീഹാറിനെ സംബന്ധിച്ച് BJPയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്റ്റേറ്റ് അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. BJP അവിടെ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല. BJPയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ അല്ല. ലാലു പ്രസാദ് യാദവിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവിടെ ഒരു കൊടി നാട്ടാൻ പോലും കഴിയാതിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ശ്രീ LK അദ്വാനിയെ ലാലുജി അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു, അയോധ്യ മറ്റേ രഥയാത്രയൊക്കെ വെച്ചിട്ട്. അതിനുശേഷമൊക്കെ അത് വളർന്നു വന്നിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ ഇപ്പോ മറ്റിടങ്ങളിലെ പോലെ, ഇപ്പൊ UP-യിലെ പോലെയോ ഇല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ പോലെയോ ഒന്നും അത്ര വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംഭവമല്ല അവിടെ. പക്ഷേ അപ്പൊ നഷ്ടം പറ്റില്ലെന്ന് വെച്ചാൽ പറ്റും. കാരണം അവർ പടിപടിയായിട്ടാണ് അവിടെ വളർന്നു വന്നത്. കാരണം സോഷ്യലിസ്റ്റ് മണ്ണാണ് ബീഹാർ, ജാതി പൊളിറ്റിക്സിന്റെ ഒരു കേന്ദ്രമാണ് ബീഹാർ. അവിടെ നിന്ന് അവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് BJP ഇന്ന് കാണുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാരണം അവർക്ക് അവിടെ സഖ്യകക്ഷി ഇല്ലാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവരെല്ലായിടത്തും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവര് അങ്ങനെ ഒരു ജീവിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം അവർക്ക് ഒരു സഖ്യകക്ഷി വേണം. അത് കഴിഞ്ഞിട്ട് ഈ സഖ്യകക്ഷി ഇവരങ്ങ് വീഴുന്നു. ശിവസേന ആയിരുന്നു മഹാരാഷ്ട്രയിൽ ഇവരുടെ രക്ഷകരും എല്ലാമായിട്ടുള്ള. കുറച്ച് കഴിഞ്ഞ് ഇവർ വളർന്നു കഴിയുമ്പോൾ ഇവർ അതിനെ അങ്ങ് വീഴും. ഏത് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം വരുമ്പോൾ ഇവരുടെ കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം കാണും. കുറച്ച് കഴിയുമ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ ഇവർ പതുക്കെ വിഴുങ്ങും. ആന്ധ്രാപ്രദേശിലും ഇവർ കണ്ടിന്യൂ ആയിട്ട് ഈ സഖ്യം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അധികം ആയുസ് തെലുങ്ക് ദേശത്തിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനാദ്യം 1 ആക്കും, 2 ആക്കും, 4 ആക്കും, എന്നിട്ട് ഓരോ പീസ് വെച്ച് ഇവർ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അവസാനം നായിഡു ടീം മാത്രമാകും. ഇത് തന്നെയാണ് ഇവരെല്ലായിടത്തും ചെയ്യുന്നത്. അത് ആ പാർട്ടിയുടെ ഒരു രീതി അതാണ്. ഇവിടെ നോക്കൂ, നിതീഷ് കുമാറിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. നിതീഷ് കുമാറിന്റെ തോളിലേറി തന്നെയാണ് അവർ എല്ലാ കാലവും സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ അവർ ചെയ്തത് എന്താണ്? കൃത്യമായി തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിന്റെ ചിറകായിരിക്കും. നിതീഷ് കുമാറിനേക്കാൾ വലിയ പാർട്ടി, അതായത് നിതീഷ് കുമാർ ജൂനിയർ പാർട്ണർ നമുക്ക് പറയാൻ പറ്റില്ല, പാർട്ണർ മാത്രമായി ആ സഖ്യത്തിൽ. പക്ഷെ ഭരിക്കുന്ന നിതീഷ് കുമാർ ആണെങ്കിൽ പോലും അവരുടെ പാർട്ടിക്ക് സീറ്റ് വളരെ കുറവാണ്. അതായത് ഇത് തന്നെയാണ് ഇവർ മഹാരാഷ്ട്ര ചെയ്തത്. അതായത് ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കുന്നു, പക്ഷെ അത് നിങ്ങൾ വലിയ സംഭവമായതുകൊണ്ടൊന്നും അല്ല, ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ദാനം പോലത്തെ ഒരു സാധനം. എന്നാൽ അവർ വേണം താൻ ജയിക്കാൻ, ശിവസേന വേണം ജയിക്കാൻ, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ഒരു ഔദാര്യം എന്നൊരു ധ്വനി അവർ ജനിപ്പിക്കുന്നത്. സെയിം സാധനമാണ് ഇപ്പോൾ ബീഹാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ
ഇല്ല. ഇതിന് ഇവരെ സഹായിച്ചത് അവിടെ BJP വളരെ കാലമായിട്ട് അവിടെ പ്രവർത്തനം നടത്തുകയും ആ ഒരു രീതിയിലേക്ക് സുശീൽ കുമാർ മോഡിയുടെ ഒക്കെ പ്രവർത്തനം എടുത്തു പറയേണ്ട, അദ്ദേഹം ഇന്നില്ല. പക്ഷേ BJP അവിടെ എക്കാലവും ഉയർത്തി കാണിച്ചിരുന്ന സുശീൽ കുമാർ മോഡിയെ മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ വൈഫ് മലയാളിയും കൂടെ ആണ് കേട്ടോ, കോട്ടയത്തുകാരി. അപ്പോൾ ആക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴില്ല, മരിച്ചുപോയി. അപ്പം ഇങ്ങനെ വരുന്ന ഒരു പാർട്ടി BJP സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഉള്ള സീറ്റ് 1 or 2 കൂടിയാൽ പോലും അവരെ സംബന്ധിച്ച് ആ ഉള്ള സീറ്റ് നിലനിർത്തി എന്നവർക്ക് പറയാൻ കഴിയും. അതാണ് BJP. പക്ഷെ അവര് BJPക്കാർ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ സ്വപ്നം അവർക്ക് ബീഹാർ ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതാണ്. അവർക്ക് അവിടെ നിതീഷ് കുമാർ അല്ല, ഒറ്റയ്ക്ക് ഭരിക്കുക. ആ ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അല്പം പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ആദ്യം അവർ ചെയ്തത് എന്താണ്, നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി നിതീഷ് കുമാറിനെ ചിറകരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു പരുവത്തിലാക്കി. അതിനകത്ത് തന്നെ സ്പ്ലിറ്റപ്പ് ആയിട്ട് നിൽക്കുന്ന ജിതിൻ റാം മാഞ്ചിയെ പോലുള്ള പാർട്ടികളുണ്ട്. അവരെല്ലാം കൂടെ കൂട്ടുപിടിച്ചിട്ട് ഒരു സഖ്യമുണ്ടാക്കി, സമതാ പാർട്ടി. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതിനകത്ത്. അവിടെയാണ് ഇപ്പോൾ ഈ ചിരാഗ് പാസ്വാൻ, അതായത് രാംവിലാസ് പാസ്വാന്റെ മകൻ, LJP അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം എത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ. ഇതെന്താണ് സൂചന നൽകുന്നത് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ BJP നടത്തുന്നത്. എന്തായാലും BJP അറിയാതെ ചിരാഗ് പാസ്വാന് മത്സരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാ. ഈ ചിരാഗ് പാസ്വാന് സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ ചിരാഗ് പാസ്വാൻ എന്ത് ചെയ്തു? അദ്ദേഹം എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർത്തി. ബീഹാറിൽ BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മാത്രം നിർത്തിയില്ല, ബാക്കി എല്ലായിടത്തും നിർത്തി. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും അടുത്ത ഒരു ഹനുമാന്റെ റോളാണ് എനിക്കുള്ളതെന്ന് പരസ്യമായിട്ടാണ് പറഞ്ഞത്. BJPയോട്ട് എതിർത്തുമില്ല. ഹനുമാനാണോ ലക്ഷ്മണനാണോ എന്നൊന്നും അവർ പറഞ്ഞില്ല. പോസ്റ്ററുകളിലൊക്കെ അങ്ങനെ അടിക്കാൻ തുടങ്ങി. അവരിട്ട് നിഷേധിക്കുന്നില്ല. നിതീഷ് കുമാർ സീറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടവും മത്സരിക്കും. പക്ഷെ നിതീഷ് കുമാറിനെതിരെയാണ് മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പാണ് നിതീഷ് കുമാറിന്റെ അടിത്തറ തോണ്ടി തെരഞ്ഞെടുപ്പ്. അവിടെ ആ സീറ്റ് കുറയ്ക്കാനായിട്ട് ഈ ചിരാഗ് പാസ്വാന്റെ അല്ലെങ്കിൽ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് കഴിഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചൊരു കാര്യം. അതിനുശേഷം ആ പാർട്ടി പിളർന്നു. ഇവരുടെ ഒരു അമ്മാവനുണ്ട്, ചിരാഗ് പാസ്വാന്റെ അമ്മാവന്റെ കയ്യിലാണ് ഒരു ഭാഗം ഇരിക്കുന്നത്. അമ്മാവനായിരുന്നു ആ സമയത്ത് BJPയുടെ കൂടെ ഉണ്ടായിരുന്നത്. അവസാനം ചിരാഗ് പാസ്വാനെ ഹീറോ ആക്കി കൊണ്ടുവന്നതിന് ശേഷം അമ്മാവനെ ചവിട്ടി പുറത്താക്കി. അമ്മാവൻ കേന്ദ്രമന്ത്രിയായിരുന്നു കേട്ടോ. അമ്മാവന്റെ പാർട്ടി അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ബീഹാറിന്റെ ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ കൊണ്ടിരുന്നു. അപ്പൊ ചിരാഗ് പാസ്വാൻ കൂടി കളത്തിലിറങ്ങും. അത് ഇവിടെ ശ്രദ്ധേയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പിന്നോക്ക വോട്ടുകൾ വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പൊ അവിടെ ഒരു പിന്നോക്ക മുഖം ഉയർത്തി കാണിക്കണം. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് ഉയർത്തി കാണിക്കാൻ അവിടെ പിന്നോക്ക മുഖങ്ങൾ പോയിട്ട് അവർക്ക് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റും ഇല്ല. ബാക്കി ഏത് സംസ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പിടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്, ഇവിടെ ഇല്ല. ഇനി അധികാരം കിട്ടിയിട്ട് വേണം ഒരു മുഖ്യമന്ത്രി അവിടെ അണിയറയിൽ അവർ പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. അല്ല, അദ്ദേഹമാണെങ്കിൽ പിന്നെ ഇതിനകത്ത് വേറൊരു ചോദ്യമേ ഇല്ല. ഇവിടെ ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പലയിടത്തും ചെയ്യുന്ന പണി അതാ. പല സ്റ്റേറ്റിലും അവർ അധികാരം കിട്ടുന്നവരും മിണ്ടാതിരിക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ മോഹൻ യാദവ് മധ്യപ്രദേശ്, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന, അതാണ് അവരുടെ ഒരു രീതി. അപ്പൊ അധികാരം കിട്ടുന്നത് വരെ ഇവരിങ്ങനെ കുറുക്കന്റെ കൗശലമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ എന്ത് പറ്റും? ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദ്യം വരും. കാരണം ഇപ്പൊ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് പ്രായാധിക്യം വന്നിട്ട് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് അദ്ദേഹം വേദി വിളിച്ച് മറന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ 2 മാസമായിരുന്നു മാധ്യമങ്ങൾ പോലും കണ്ടിട്ട്. അദ്ദേഹം ഇല്ല, പ്രായം കൂടിയില്ല. അപ്പം ഏത് മുഖം കൊണ്ടാണ് ഇവർ ഇലക്ഷന് പോകുന്നത്? ഇവർക്ക് മുഖമില്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? ചിരാഗ് പാസ്വാനെ കളത്തിലിറക്കുന്നു. ഇപ്പൊ എന്താണ് അവിടെ അടിച്ചിറങ്ങിയിരിക്കുന്ന റൂമർ? ചിരാഗ് പാസ്വാൻ മുഖ്യമന്ത്രിയാവും. ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയായിട്ട് ചിരാഗ് പാസ്വാൻ നോക്കുമ്പോൾ യങ് ആണ്, വിദ്യാസമ്പന്നനാണ്, മിടുക്കനാണ്. അതായത് ആരെ വെട്ടാനാണ് അത് കൊണ്ടുവന്നത്? ഒന്ന്, ഈ പറയുന്ന ജാതീയപരമായ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടും. 2, അവിടെ എതിർഭാഗത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരാ, ലല്ലു പ്രസാദിന്റെ മക്കളാണ്. ഇവരെ വെട്ടാനും ഇത് പറ്റും, ഈ ഒരു കാർഡ് കൊണ്ട് പറ്റും. ഈ ഒരു ഗെയിമാണ് ഇപ്പൊ അവിടെ കളിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ BJP ഒരു മെയിൻ റോളുകൾക്ക് വരികയാണെങ്കിൽ, അവിടെ അവർക്കൊരു 100-ന് മുകളിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ചെയ്യാൻ പോകുന്ന പണി ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ, നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാരെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടോട് കൂടി അവർ ഭരിക്കും. ആ രീതിയിൽ വേണം നമ്മൾ ഇതിനകത്ത് കാണാൻ. ഇനി ഈ തെരഞ്ഞെടുപ്പിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് 2 കാര്യം. ഒന്ന്, ധനുഷ് നേരെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വഖഫ് ബില്ല് പാസ്സാക്കിയതിന് ശേഷം വഖഫ് ബോർഡിന്റെ ഈ ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന സ്ഥലമാണ് ബീഹാർ. 1. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ 2 കാര്യങ്ങളും BJPക്ക് ഒരു വലിയ മേൽക്കൈ നേടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3ാമത് അവിടെ ഒരു വലിയ കാര്യങ്ങൾ ഇപ്പൊ നടന്നു വരുന്നുണ്ട്. അതിപ്പോ കേരളത്തിലേക്ക് വരുമെന്നാണ് കേൾക്കുന്നത്.
അവിടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അതിന്റെ ഈ അതെ അതെ. വോട്ടർമാരുടെ ഐഡന്റിറ്റി ഒക്കെ പരിശോധിച്ചിട്ട് ഒറിജിനൽ ആണോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഡബിളിംഗ് ഉണ്ടോ, വ്യാജ വോട്ടർമാരുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ വോട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലും അത് പരിശോധിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഉടൻ തന്നെ വരും അത്. ഡബിളിങ്, ഉം. അതുപോലെ തന്നെ വ്യാജ പേരുകളുള്ള വോട്ടുകൾ, അങ്ങനെയൊക്കെ ഉള്ളത്. അതായത് നമ്മൾ വീണ്ടും ഇനി നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ IDs എല്ലാം കൊടുത്ത് പ്രൂവ് ചെയ്യിക്കണം നമ്മൾ ഉണ്ടെന്നും നമ്മളൊരു ഉം. വോട്ടറാണെന്നുള്ള. അപ്പൊ അങ്ങനെയും കൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ BJP സംബന്ധിച്ച് ഇപ്പോഴുള്ള സീറ്റിനേക്കാൾ 2 സീറ്റ് കൂടുതൽ കിട്ടിയാൽ അവരെ സംബന്ധിച്ച് ഒരു നേട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. അത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടൊരു സ്റ്റേറ്റ് അല്ല ബീഹാർ. പക്ഷെ ഇത്തവണ BJP ഇപ്പൊ നിൽക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൈഡിൽ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ടീമാണ് ഈ പറയുന്ന ചിരാഗ് പാസ്വാൻ. അവർ നിതീഷ് കുമാറിനെ കാണുന്നതേ ഇല്ല. കാരണം നിതീഷ് കുമാർ ആയിരുന്നു ആ പാർട്ടിയുടെ എല്ലാമല്ല. ഇപ്പൊ നിതീഷ് കുമാർ ബാക്കിലേക്ക് മാറിയപ്പോൾ അതിന് ഫ്രണ്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവില്ല. ബാക്കിയുള്ള നേതാക്കളൊക്കെ ഏത് നിമിഷവും BJP വിളിച്ച് അപ്പൊ BJPയോടെ പോകും. അതായിരുന്നു നിതീഷ് കുമാറിന്റെ എല്ലാ കാലത്തും പേടി. പക്ഷെ അവരെന്താണ് ആ പണി നേരത്തെ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന NDA സഖ്യത്തില് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ അപ്പാടെ വിഴുങ്ങിയെടുക്കാമായിരുന്നു. ഈസി ആയിട്ട് നടക്കുന്ന കാര്യം അവരെ സംബന്ധിച്ച്. അവരത് ചെയ്യാത്ത എന്താന്ന് വെച്ച് ഉം. കഴിഞ്ഞാൽ, ഞങ്ങളായിട്ടൊരു കൊലപാതകം ചെയ്തു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ടല്ലോ. ഇങ്ങനെ പോകുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതാണ് അതെ. അവരെല്ലായിടത്തും ചെയ്യുന്ന കാര്യം. അതാണ് അവരായിട്ട് അല്ല, ഞങ്ങളായിട്ടൊരു കാരണം അവർ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. ഷിൻഡയുടെ കേസിലായാലും ഉദ്ധവിന്റെ കേസിലായാലും ഒക്കെ അവർക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടുകയും ഇവര് ഒരു ചതിയന്മാരിലെ കൊലപാതകങ്ങളുടെ റോഡിലേക്ക് മാറുക. അപ്പൊ അത് വേണ്ട. കാരണം ഇത് ഇനി അധികം ഒന്നും ഇല്ല. ഇത് അസ്തമിക്കാൻ പോവുകയാണ്, തീരുകയാണ് ഈ പാർട്ടിയിൽ. ഇത് ഇവിടെ തീർന്നു. അതിന്റെ സുപ്രീം ലീഡറിന്റെ തന്നെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം അദ്ദേഹത്തിന് മാന്യമായിട്ടൊരു റിട്ടയർമെന്റ് കൊടുക്കുക. ആ റിട്ടയർമെന്റ് ആണ് ഈ ഇലക്ഷൻ. ഇതിനപ്പുറത്തേക്ക് നിതീഷ് കുമാറില്ല. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ BJP നിലനിർത്തും. കാരണം BJPക്ക് അത് അനിവാര്യമാണ്. BJP ഒരിക്കലും ഈ ജനതാദൾ യുവിനെ വിഴുങ്ങില്ല. കാരണം സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് അവിടെ വേണം ബീഹാർ. എന്നാൽ മാത്രമേ ആ ഒരു വോട്ട് ബാങ്ക്, അതിൽ മുസ്ലിംസ് വോട്ടുണ്ട്, കുർമി വിഭാഗത്തിന്റെ വോട്ടുണ്ട്, ദളിത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചിരാഗ് പാസ്വാനും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അതുകൊണ്ട് ഒരിക്കലും JDUവിനെ പൂർണ്ണമായി തകർക്കില്ല. പക്ഷെ JDUവിന്റെ എന്താ പറയുന്നത് ആളുകളൊക്കെ അതിൽ തന്നെ ഉണ്ടാകും. ഉം. പക്ഷെ JDUക്കാരൊക്കെ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സഭയിൽ വോട്ട് ചെയ്യുന്നത്, പാർലമെന്റിൽ വോട്ട് ചെയ്യുന്നതല്ല BJPക്കായിരിക്കും. അതായത് നമ്മൾ എന്തായാലും ബീഹാറിൽ പറയുന്നത് ഇത്തവണ തേജസ്വി യാദവിന് ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞ് സർവേ പോളുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് ഇത്തവണ അധികാരത്തിലേറും എന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. അത് ശരിയാണോ? അല്ല, സാധ്യത കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ വലിയൊരു വ്യത്യാസത്തിലൊന്നും അല്ല അവിടെ കയറിയത്. അത് BJP ഒന്ന് പാലം മരിച്ചിരുന്ന നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം അവിടെ കൊണ്ട് തീർന്നു, മറ്റവർ കയറി. പക്ഷെ മറ്റവർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിതീഷ് കുമാർ പബ്ലിക്കിലാണ്. അദ്ദേഹത്തെ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് ആ മുഖ്യമന്ത്രി കാണാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി വളർത്തിയെടുത്തിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം രോഗാതുരനായി പോകുമ്പോൾ അദ്ദേഹത്തിന് നയിക്കാനുള്ള ശേഷിയില്ല. ഇത് തന്നെയാണ് ഒറീസയിൽ നടന്ന സംഭവം. ഉം. അവിടെ നവീൻ പട്നായിക്കിന് സംഭവിച്ചത്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഓർമ്മക്കുറവ് വരികയും ആ പാർട്ടി ക്ഷയിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ അതുവരെ കൂടെ നിന്നിരുന്ന BJP ഓടി മുമ്പോട്ട് കയറിയത്. ഇവിടെയും സമാനമായ സ്ഥിതിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേജസ്വി യാദവിന് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ ഭരണവിരുദ്ധത ഉണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിയെ കാണുന്നില്ല, കാര്യങ്ങളൊന്നും ചലിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കുറച്ചുനാൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈവായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഭരണം താറുമാറായി തന്നെ പോകും. അവിടെ ഒരുപാട് വികസനങ്ങൾ, അതാണ് ഈ അടിക്കടി BJPയുടെ അമിത്ഷാ ആയാലും മോദി ആയാലും ഒക്കെ ബീഹാറിലേക്ക് പോകുന്ന ഒരു ഇലക്ഷൻ മാത്രം കണ്ടോണ്ടല്ല. അവിടെ എന്താ പറയുന്നത്, നാഥനില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പേരിനാളുണ്ട്, അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതനുസരിച്ചിട്ട് തന്നെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജനം ഇപ്പൊ നടക്കുന്ന ഒപ്പീനിയൻ പോളിലേക്ക് ഇത് വരുന്നത്. ഈ ഒരു കളം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ചിരാഗ് പാസ്വാൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ തന്നെ ഇടുന്നത്. തേജസ്വി യാദവിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, മിടുക്കൻ രാംവിലാസ് പാസ്വാൻ. പക്ഷെ അത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ, ഞാൻ പറഞ്ഞില്ല, ജാതീയ പൊളിറ്റിക്സ് വളരെ മോശമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെ ഈ ഓരോ ജാതിക്കും ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ അവിടെ ഈ രാംവിലാസ് പാസ്വാന്റെ മകൻ വന്നത് കൊണ്ട് ദളിത് വോട്ടുകളെ ഏകീകരിക്കാൻ കഴിഞ്ഞാലും മറ്റ് പിന്നോക്ക വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയില്ല. പക്ഷെ മുസ്ലിംസ് വോട്ടിനെ കൂടെ കുറച്ചുകൂടെ ഏകീകരിക്കാൻ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് കഴിയും, ഈ പറയുന്ന ചിരാഗ് പാസ്വാന് കഴിയും. കാരണം ഇത് ഈ കുർമി മുസ്ലിംസ് പിന്നാക്ക വോട്ടുകളായിരുന്നു JDUവിന്റെ അടിത്തറയെങ്കിൽ അത് ഇളകി തുടങ്ങിയപ്പോൾ അതിനെ തിരിച്ചു പിടിക്കുക. കാരണം മുസ്ലിം വോട്ട് ഒരിക്കലും BJPയിലേക്ക് വരില്ല. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അവർ ചിരാഗ് പാസ്വാനെ ഇറക്കി. കാരണം അദ്ദേഹത്തിന്റെ ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ BJPക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. കിട്ടുന്നിടത്തുനിന്നൊക്കെ വാങ്ങാം. ഇനി ഇവിടെ കോൺഗ്രസിന്റെ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറയുന്നത് ധനുഷ് എഴുതി വെച്ചോ, ഈ സീറ്റ് പിന്നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പൊരിഞ്ഞടി നടക്കും. മിക്കവാറും കോൺഗ്രസിന് ഒരു 10-20 സീറ്റ് കൊടുത്തിട്ട് മൂലയ്ക്ക് ഒതുക്കാനേ സാധ്യതയുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ തേജസ്വി യാദവ് പറഞ്ഞു ഇവന്മാർക്ക് കൂടുതൽ സീറ്റ് കൊടുത്താണ് നമ്മൾ തോക്കാൻ കാരണമെന്ന്. അതുകൊണ്ട് ഇവന്മാർക്ക് ഇനി ചോദിക്കുന്ന സീറ്റൊന്നും കൊടുക്കത്തില്ല, അവന്മാർ ജയിച്ച സീറ്റ് 1-2 സീറ്റോടെ കൊടുക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അത് പൊരിഞ്ഞടി നടക്കും, എഴുതി വെച്ച ഈ സാധനം അന്നും നമുക്ക് ചർച്ച ചെയ്യാം, അടി നടക്കും. കാരണം ആ ഒരു സ്പേസിലേക്കാണ് അവിടെ CPI ML എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്, 8 MLA-മാരുണ്ട് അവർ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ വേറൊരു നീക്കം കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ അസദീൻ ഓവൈസി ഉണ്ട്, അദ്ദേഹം കൂടെ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് മത്സരിച്ചത് കൊണ്ടാണ് ഈ തേജസ്വി യാദവിന്റെ പാർട്ടിക്ക് സീറ്റ് കുറഞ്ഞതെന്നും കൂടെ ഒരു ഇതുണ്ട്. കാരണം മുസ്ലിംസ് ഏരിയയിലൊക്കെ പുള്ളിയുടെ സ്ഥാനാർത്ഥി നിർത്തിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അസദീൻ ഓവൈസി അവരുടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കൂടെ മുന്നണിയിൽ എടുക്കണമെന്ന്. അത് ലല്ലുവിന്റെ പാർട്ടി RJD അത് ചർച്ച ചെയ്യുന്നുണ്ട്. അവരും കൂടെ വന്നാൽ കോൺഗ്രസിന് നല്ല പരിതാപകരമായിരിക്കും. മനസ്സിലാകുന്നുണ്ട്? പാടിനേക്കാൾ കഷ്ടമായി പോയി, സാനിറ്ററി പാടിനേക്കാൾ കഷ്ടമായി പോയി അവരുടെ ജീവിതം അവിടെ. കാരണം അത് യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ആണല്ലോ, ഉപയോഗിച്ചിട്ട് കളയുന്ന ഒരു സാധനമാണ്. അതിനേക്കാൾ കഷ്ടമായിട്ട് ആൾക്കാരെ എടുത്ത് കളയേണ്ടി വരും. കാരണം സീറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ കടുപിടുത്തങ്ങൾ ഒന്നും നടക്കത്തില്ല. അവർ ചോദിക്കുന്ന സീറ്റ് എടുത്തത് കാരണം അതിലേക്ക് ഇപ്പൊ CPI ML കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ ഒരു സഖ്യം അതിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് അസദീൻ ഓവൈസി തള്ളിക്കളയാൻ കഴിയില്ല, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം. കൊടുക്കില്ല. എന്നാൽ മറ്റിടത്ത് NDA ആണെങ്കിൽ ഈ പ്രശ്നം ഇപ്പോഴില്ല നിലവിൽ. കാരണം അവർ രണ്ടുപേരും തുല്യമായിട്ട് തന്നെ സീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു നിലവിൽ. ഇനി അവർക്ക് ആകെ ചെയ്യേണ്ട കാര്യം ഈ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്കും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കും എങ്ങനെയാണ് ഈ സീറ്റ് കൊടുക്കേണ്ടത് ഒറ്റ കഥയേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കൊടുത്ത ഈ 100 സീറ്റിന് മുകളിൽ രണ്ടുപേരും 100 വെച്ച് മത്സരിക്കുന്നു, മിനിമം 100 മത്സരിക്കുന്ന പറഞ്ഞത് BJP യും JD യും. ഈ 100-ൽ ഒരു 80 എണ്ണത്തിനും BJP ഇപ്പോഴേ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അതിൽ ആര് ജയിക്കുന്നു അവരുടെ പിന്തുണയോട് BJP ഭരിക്കാനാണ് സാധ്യത. അതായത് അവർക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല ഇവിടെ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് തൊട്ട് നമുക്ക് പറയാം BJPക്ക് എന്ത് സംഭവിക്കും, ഏത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് BJPക്ക് ബീഹാർ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതിന് BJPയുടേതല്ല ഒരു കാര്യത്തിന് ബീഹാർ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ പൊളിറ്റിക്സ്. ഇനി ക്ലച്ച് പിടിച്ചൊക്കെ വരണം. മഹാരാഷ്ട്ര പോലെ തന്നെ ആയിരുന്നു BJPക്ക് ബീഹാർ. അതാണ് അതിന്റെ റിയാലിറ്റി. ഏതായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള അടിയും പിടിയും ബഹളമൊക്കെ കാണാം. എന്തായാലും NDAയിൽ അടി നടക്കാനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. മറ്റേ ഇന്ത്യ മുന്നണിയിൽ അടി നടക്കുന്നുള്ള 101% ഉറപ്പാണ്. കാരണം ആകെ ഇത്ര സീറ്റേ ഉള്ളൂ. ഇതെല്ലാം കൂടെ എങ്ങനെ കൊടുക്കും എല്ലാവർക്കും കൂടെ? കോൺഗ്രസിന് അന്ന് 54 സീറ്റും കണ്ട കൊടുത്തു, ജയിച്ചത് 16-ഓ 17-ലാണ്. അവന്മാര് കാരണമാണ് ഞങ്ങൾ തോറ്റത് അന്ന് തന്നെ പുള്ളി പറഞ്ഞു. അതിനിടയ്ക്ക് ഓവൈസി പോയിട്ട് എല്ലായിടത്തും കൂടെ മത്സരിച്ച് അയാളും എങ്ങാണ്ട് ചിലടത്തൊക്കെ ജയിക്കുകയോ കണ്ടേ ചെയ്തു. 2 സീറ്റോ 3 സീറ്റോ കണ്ട് അങ്ങേർക്കും കിട്ടി, ജയിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടെ ഉൾക്കൊള്ളണം. അതാണ് പൊളിറ്റിക്സ്.